അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെയും മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നാളത്തെ കഥ നമ്മൾ കാണുന്ന നിവിൻ ഭയങ്കര സന്തോഷത്തില് വിനീതിന്റെ കടയിലേക്ക് ചെല്ലുവാണ്. ആ സമയം വിനീത് ചോദിച്ചു, എന്താടാ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷം? അതെ, നീ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടില്ലായിരുന്നു. എന്ത് കാര്യം? വിനീത് പെട്ടെന്നത് ഓർത്തില്ല. അതെ, കാവേരിയുടെ ജോലിക്കാര്യം. ഓ, അതാണോ? ഇപ്പൊ എന്താ, എവിടെയെങ്കിലും വല്ല ജോലി സെറ്റായോ? ഒരു ജോലിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എവിടെ? അതെ, ഞങ്ങളുടെ ഹോം സ്റ്റേ തന്നെ. ഹോം സ്റ്റേയിലോ? അതെ, ഹോം സ്റ്റേയില് ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. അവിടുത്തെ റിസപ്ഷനിസ്റ്റേ ഇപ്പൊ വരുന്നില്ല. പുള്ളിക്കാരത്തി ഡെലിവറിക്ക് വേണ്ടി പോയിരിക്കുക. ആ സമയത്ത് അവിടെ ആളെ ഇതിനായിട്ട് കിട്ടിയിട്ടില്ല. അമ്മ ഇതിനെക്കുറിച്ചൊന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ കാവേരിയാണെ കൊള്ളാം. അവൾക്ക് പിന്നെ നാക്കൊക്കെ ഉള്ളതുകൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ വീഴിക്കാൻ നല്ല മിടുക്കായിരിക്കും എന്ന് പറഞ്ഞു. വിനീത് പറഞ്ഞു, അത് ശരിയാണല്ലോടാ. അല്ല, നിന്റെ അമ്മ സമ്മതിച്ചോ? അമ്മയോട് പറയണം. ആദ്യം കാവേരിയോട് പറഞ്ഞിട്ടാട്ടേന്ന് കരുതി. വിനീത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അവളെ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാവേരിയെ വിളിക്കുകയാണ്. കാവേരിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കടയിലേക്കൊന്ന് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി അങ്ങോട്ട് വന്നു. കാവേരി വന്നിട്ട് ചോദിച്ചു, എന്താ വിനീതേട്ടാ വിളിച്ചെന്താന്ന് ചോദിച്ചു. അതോ, നിനക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ഞാൻ വിനീതണ്ണോട് പറഞ്ഞായിരുന്നോ? അല്ല, നിന്റെ ഗംഗേച്ചി എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജോലിയുടെ കാര്യം. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ നിന്നോട് സംസാരിക്കുന്ന സമയത്ത് നീയും എന്നോട് പറഞ്ഞായിരുന്നു ഒരു ജോലി വേണമെന്ന്. കാവേരി പറഞ്ഞു, അത് ശരിയാ വിനീതേട്ടാ, ഒരു ജോലി ഉണ്ടെങ്കിൽ ഇപ്പൊ ഗംഗേച്ചിയുടെ തയ്യലും കൊണ്ട് മാത്രമല്ലേ കുടുംബം മുന്നോട്ട് പോകുന്നേ. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. നിളയുടെ പഠിപ്പ്, യമുനയുടെ പഠിപ്പ് എല്ലാം നടക്കണ്ടേന്ന് ചോദിച്ചു. അതാ പറഞ്ഞത്, നിനക്കൊരു ജോലി സെറ്റായിട്ടുണ്ട്. അല്ലെ, എവിടെയാ എനിക്ക് ജോലി എന്നൊക്കെ ചോദിച്ചു. ആ സമയം വിനീത് പറഞ്ഞു, അത് നിവിന്റെ ഒക്കെ ഹോം സ്റ്റേയിലാ. ഹോം സ്റ്റേയിലോ? എന്താ, നിനക്കത് പറ്റില്ലേന്ന് ചോദിച്ചു. കാവേരി പറഞ്ഞു, അല്ല, അത് പിന്നെ ഹോം സ്റ്റേയില്. പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സിലേക്ക് വന്നത് രാജേശ്വരിയുടെ വാക്കുകളാ. ഇവളിരിക്കുന്നോടെ മുടിഞ്ഞു പോകത്തുള്ളൂ, ഇവൾ ഒരിക്കലും നന്നാവാനും പോകത്തില്ല. അന്ന് വിഷുവിന്റെ അന്ന് ജയപാലിന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ ചെന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ചീത്ത പറഞ്ഞ അവരാണ്. അപ്പൊ അവരുടെ അടുത്തേക്കാണ് താൻ പോവേണ്ടത്. ഒരു നിമിഷം ആലോചിച്ചിട്ട് കാവേരി ചോദിച്ചു, അല്ല, ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിവിന്റെ അമ്മയോട് ചോദിച്ചായിരുന്നു എന്ന് ചോദിച്ചു. നിവിൻ പറഞ്ഞു, അതൊക്കെ സംസാരിക്കാം, ആദ്യം കാവേരിയുടെ സമ്മതം അറിഞ്ഞിട്ട് വേണ്ടേ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, എനിക്ക് സാലറി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാം, വീട്ടിലൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിനീത് പറഞ്ഞു, ആയിക്കോട്ടെ, അമ്മായോട് പോയി സംസാരിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാവേരി സന്തോഷത്തോടെ ഇട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇതേസമയം നിവിന് വീട്ടിലേക്ക് വന്നു. ഇനി അമ്മയോട് കാര്യം അവതരിപ്പിക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എങ്ങനെ ആയിരിക്കും എന്നറിയില്ല അമ്മയുടെ പ്രതികരണം. കാവേരി ഇഷ്ടമില്ല, അവൾ മരം കയറി പെണ്ണാണ്, തൻ്റെടിയാണ് എന്നൊക്കെയാണ് അമ്മ പറയണേ. അങ്ങനെയാണെങ്കിൽ അമ്മ സമ്മതിക്കുമെന്നും അറിയില്ല. എങ്ങനെയെങ്കിലും അമ്മയൊന്ന് വല വീശി പിടിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ നിവിൻ വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഒരു പെൺകുട്ടി സെറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടി സെറ്റായിട്ടുണ്ടെന്നോ? അല്ല, അമ്മയല്ല പറഞ്ഞേ, റിസപ്ഷൻ ഇരിക്കാൻ ആളില്ല, എന്നെ കൊണ്ട് തന്നെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അത് കേട്ടപ്പോൾ ആസി പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ, നീയാണ് കണ്ടെത്തിയിരിക്കുന്നെങ്കിൽ നല്ല പെൺകുട്ടിയാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. നീ പറഞ്ഞു, അതെ, നല്ല പെൺകുട്ടിയാ. എടാ, ആളാരാന്ന് ചോദിച്ചു. പേര് പറഞ്ഞിട്ടുണ്ട്, അമ്മയെ അറിയുമെന്ന് പറഞ്ഞു. അതെന്താടാ, അത്രയ്ക്ക് പ്രശസ്തിയാണോന്ന് ചോദിച്ചു. അതല്ലമ്മേ, വിനീത് ഉണ്ടല്ലോ. വിനീതോ? ഏത് വിനീത്? അമ്മ ആ തയ്യൽക്കടയുള്ള. ഓ, മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. നിവിന്റെ അല്ലു ആണോന്ന് ചോദിച്ചു. അത് പിന്നെ നിവിന്റെ അമ്മാവിന്റെ മോളാന്ന് പറഞ്ഞു. അമ്മാവിന്റെ മോളെന്ന് പറഞ്ഞാൽ ആ അരവിന്ദന്റെ മോളല്ലേന്ന് ചോദിച്ചു. അതെ, കാവേരിയാന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇതിനാണ് നീ വളഞ്ഞ് ഇത്ര സമയം മൂക്കെ പിടിച്ചോണ്ടിരുന്നില്ല എന്ന് ചോദിച്ചു. എടാ, നിനക്ക് നാണമുണ്ട് അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട്? എനിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലെന്ന് നിനക്കറിയാലോ. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു അവളോട് ഉണ്ടാക്കിയത്. അന്നാ ധന്യയുടെ കാര്യത്തിലാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ഇവിടെ വന്ന് എന്നെ വെല്ലു വിളിച്ചിട്ട് പോയവളാ. ഞാൻ മാപ്പ് പറയണം പോലും എന്തൊക്കെയാ പറഞ്ഞേ. എന്നിട്ട് അവളെ ഞാൻ ഇവിടെ കസേര കയറ്റി ഇരുത്തണമല്ലേ? നിനക്ക് എങ്ങനെ തോന്നിയിട എന്നോട് ഇത് ഒന്ന് പറയാനായിട്ട്? അമ്മ, ഞാൻ പറയുന്നൊന്നും കേൾക്ക്. അതിന് അവൾ എന്ത് തെറ്റിയെന്നാ പറയണേ? ആളും ഇടിക്കാമേ. അമ്മയ്ക്ക് ഇവിടെ ഒരാളെ വേണ്ടേ? അതെ, നീ എന്തൊക്കെ തലയും കുത്തി കിടന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവളെ ഞാൻ ഇവിടെ കൊണ്ടിരുത്താൻ പോകുന്നില്ല. അമ്മ, ഇങ്ങനെ പറയരുതമ്മേന്ന് പറഞ്ഞു. ദേ, കൂടുതൽ എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കല്ല. നീ നിന്റെ പാട് നോക്കിപ്പോടാ. നിനക്ക് ബുദ്ധിമുട്ടാണ് നീ ഇരിക്കണ്ട. പക്ഷെ അതിന് പാരം ഞാൻ ഇരുന്നോളാം, എനിക്കറിയാം ഇരിക്കാനായിട്ട്. എന്നാലും അവളെ പോലുള്ള ഒരുമ്പിട്ടോളം ഞാൻ ഇവിടെ കയറ്റിയിരുത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നീ പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കണേ? അരവിന്ദനങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. പാവം, അങ്കിള് മരിച്ചതിന് ശേഷം ആ കുടുംബം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ജീവിക്കാനായിട്ട്. ഓ, അപ്പൊ നീ സാമൂഹ്യ സേവനമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ? അല്ലെങ്കിൽ തന്നെ നിന്റെ അങ്കിള് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോൾ നോക്കിയാലും ആ അരവിന്ദന്റെ വീട്ടിലാണ്. എടാ, നിനക്ക് നാണമില്ല ഇങ്ങനെ ഊരി തിണ്ടി നടക്കാനായിട്ട്? ഒന്നും അല്ലെങ്കിൽ സ്വന്തം വില കളയാനായിട്ട്?
അമ്മ അമ്മ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പറയണം? താലോ എന്തി അവളെ ഞാൻ ഇങ്ങോട്ട് സ്വീകരിക്കണോന്ന് ചോദിച്ചു. അല്ല അമ്മയല്ലേ പറഞ്ഞ ആളെ വേണമെന്ന്. തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ട, ഞാൻ ഇരുന്നോളാം. അവൻ്റെ ആളുമായിട്ട് വന്നിരിക്കുന്ന പോലും. ഇവന് മനസ്സിലായി ഇതും കൊണ്ടൊന്നും ആകത്തില്ല, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ആ സമയത്ത് കാവേരി വീട്ടിൽ ചെന്നു. കാവേരി വീട്ടിൽ ചെന്നിട്ട് ഗംഗയും എമ്മിനെ അവരെ എല്ലാവരും വിളിക്കുകയാണ്. അപ്പോഴേക്ക് ശാരദ ചോദിച്ചു, എന്താടി നിനക്ക് ഇത്ര സന്തോഷം? അതമ്മേ, സന്തോഷ വാർത്ത പറയുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കണ്ടേന്ന് ചോദിച്ചു. നീ കാര്യം പറ. അതെ, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ജോലിയോ? എവിടെയാന്ന് യമുന ചോദിച്ചു. അത് കേട്ടപ്പോൾ ശാരദ ചോദിച്ചു, എന്താ വല്ല ഗവൺമെന്റ് ജോലിയാണോ? ബെസ്റ്റ്. +2 വരെ പഠിച്ച് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടാനാ. അമ്മയ്ക്ക് എന്താ അമ്മേ തലയ്ക്ക് ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു. ഇടിയാരും ഗവൺമെന്റ് ജോലിക്ക് അത്ര വില +2 ആണെങ്കിലും കിട്ടുമെന്നൊക്കെ പറഞ്ഞു. അമ്മ അതിനുള്ള ബുദ്ധിയും ബോധമൊന്നും എനിക്കില്ലാന്ന് അമ്മയ്ക്കറിയാലോ. ഇതൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ എവിടെയാടി കിട്ടിയേക്കണമെന്ന് ചോദിച്ചു. ആ നിവിനില്ലേ ഇവിടെ വരുന്നേ? ആ രാജേശ്വരി ആൻറ്റി. ആ അവരുടെ ഹോം സ്റ്റേയിലാ. ഹോം സ്റ്റേയിലോ? അതെ, റിസപ്ഷനിസ്റ്റ് ആയിട്ട്. എടി നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്താണോ? നീ അങ്ങോട്ടേക്ക് പോകാൻ പോകണോ? വിഷുവിന് അവിടെ ചെന്ന് ജയപാലേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാലോ. ആ രാജേശ്വരി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയത്. നീ നിവിൻ്റെ ദേഹത്തേക്ക് പടക്കം പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞോണ്ട് അവര് അവിടെ വീട് മൊത്തം ഇട്ട് വിറപ്പിച്ച. എന്നിട്ട് അവിടേക്ക് പോന്നു പോലും നിനക്കെണ്ട ഒട്ടും നാണമില്ലേന്നൊക്കെ ചോദിച്ചു കുറെ ചീത്ത പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം കാവേരി പറഞ്ഞു, അമ്മേ നമുക്കിപ്പോ ജോലിയല്ലേ വേണ്ടേ? വേണ്ട, നീ അങ്ങോട്ട് ജോലിക്ക് പോകണ്ട. എടി നീ ആ റിസോർട്ടിലേക്കാണ് ചെന്നിട്ടുണ്ടെങ്കിൽ അവര് നിന്നെ അവിടെ ഇട്ട് പൊരിച്ചെടുക്കും. അവരുടെ സ്വഭാവം നിനക്കറിയാലോ. പിന്നെ നീ എന്തിനടി അവിടെ പോയി തല വെച്ച് കൊടുക്കണേന്ന് ചോദിച്ചു. അല്ലമ്മ, അത് പിന്നെ ഞാൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാവേരിക്ക് ഭയങ്കര ടെൻഷനായി. കാവേരി ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചെങ്കിലും ഒന്ന് അമ്മയോട് പറ എങ്ങനെയെങ്കിലും. ഗംഗ പറഞ്ഞു, അമ്മേ എവിടെയാണെങ്കിലും ജോലിക്ക് പോയാൽ പോരെ, അവൾ അവളുടെ കാര്യം നോക്കി നിന്നോളും. പിന്നെ അമ്മ എന്തിനൊക്കെ ഇത് ടെൻഷൻ അടിക്കണേ? ഒരു ജോലി ഇപ്പം അത്യാവശ്യം അല്ലേന്ന് ചോദിച്ചു. ഇപ്പം ഈ ജോലി തന്നെ കിട്ടിയത് ഭാഗ്യമെന്ന് കരുതിയിരിക്കുന്നത്. പിന്നെ അവൾക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും അറിയത്തില്ലോ അമ്മേ. വേറെ എവിടെ ജോലിക്ക് പോകാനാന്ന് ചോദിച്ചു. ഒടുവില് ശാരദ പറഞ്ഞു, ഇന്ന് കാര്യം ചെയ്യാം, ഞാൻ ജയപാലേട്ടനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, ജയപാലേട്ടനെ എന്താ പറയണമെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ജയപാലനെ വിളിക്കുകയാണ്. ആ സമയത്ത് പ്രവീണയാണ് കോൾ എടുക്കുന്നത്. ആ ശാരദയോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, അതെ അവൾക്ക് എന്നോട് കാവേരിക്ക് ഒരു ജോലിക്കാരി എന്ന് പറഞ്ഞു. ജോലിക്കാരിയോ? അതേന്നെ, ആ രാജേശ്വരിയുടെ വീട്ടിലാ ജോലിക്കാരി വന്നിരിക്കുന്നത്. അവിടെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട്. എന്ത് ചെയ്യാനാ? അപ്പം ഞാൻ ജയപാലേട്ടനോടൊന്നൊക്കെ സംസാരിച്ചിട്ട് പറയാമെന്ന് കാവേരിയോട് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രവീൺ പറഞ്ഞു, ആഹാ അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ അവിടെ പോകുന്നതുകൊണ്ട് ധൈര്യമായിട്ട് പോയിക്കോ. രാജേശ്വരി ഈ പറയുന്ന പോലെ ഒരാൾ പാവാന്ന് പറഞ്ഞു. പോയിക്കോളാൻ പറഞ്ഞു. പോവാല്ലേ? അല്ല ജയപാലൻ അവിടെ ഇല്ലേ? ഉണ്ട്, കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജയപാലൻ അങ്ങോട്ട് വന്നു. ആരാ എന്താന്നൊക്കെ ചോദിച്ചു. ശാരദയാന്ന് പറഞ്ഞു. ജയപാലൻ ട്യൂഷനായിട്ടൊന്ന് നോക്കി പ്രവീണെ, എന്നിട്ട് കോള് വിളിച്ചു. ആ ശാരദ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് ചോദിച്ചു. അത് ജയപാലേട്ട, ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വിളിച്ചാ. ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അപ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അത് കാവേരിക്ക് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ജയപാലേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലാ, ഹോം സ്റ്റേയിലാ ജോലി കിട്ടിയേക്കണമെന്ന് പറഞ്ഞു. ആ ആണോ? അത് കൊള്ളാലോ, അങ്ങനെയാണ് പിന്നെ പോവാൻ നോക്ക് എന്ന് പറഞ്ഞു. ആ അപ്പൊ കുഴപ്പമില്ലല്ലേ? ഏയ് അവൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ജയപാലൻ പറഞ്ഞു, നീ എന്തിനാടി കോൾ എടുത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ജയപാലേട്ട ശാരദയല്ലേ, ആര് വിളിച്ചാലും കോൾ എടുക്കണ്ട, പറഞ്ഞ മനസ്സിലായല്ലോ, ശാരദയാണ് പോലും, ജോലി വേണം പോലും. നീ എന്നിട്ടോ അവളുടെ പോയിക്കോളാൻ പറഞ്ഞ. അത് പിന്നെ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നേ? എടി ഒരു കാരണവശാലും ഇത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ജയപാലേട്ട അങ്ങനെ പറയരുത്, ഞാൻ പോയിക്കോളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അത് നാണക്കേടല്ലേ, ഇനിയിപ്പോൾ തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. പിന്നീട് രാജേശ്വരി വിളിക്കുകയാണ് പ്രവീണ വിളിച്ചിട്ട് കാവേരി ജോലിക്ക് എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം രാജേശ്വരി പറഞ്ഞു, ഏയ് അവളെ ജോലിക്ക് എടുക്കാൻ എനിക്കൊരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രവീണ പറഞ്ഞു, അങ്ങനെ പറയരുത് രാജേശ്വരി, പാവല്ലേ അവര്, ആ കുടുംബത്തിലുള്ളവരൊക്കെ പാവല്ലേ, അത് പാവം പെൺകുട്ടിയാ, അതുകൊണ്ട് അവളെ ജോലിക്ക് എടുക്കുക, കുറച്ച് കിട്ടുന്ന പൈസയാട്ടെ, അവരുടെ വീടിനൊരു സഹായമായില്ലേ എന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ ജോലി കൊടുക്കാന്നൊക്കെ രാജേശ്വരി പറയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.